ഒരു കുറച്ച് ഭാഗം കഥാപ്രസംഗത്തിന്റെ. കഥയുടെ പേര് തീക്കനൽ തുരുത്ത്. കഥ നടക്കുന്നത് യുദ്ധം പിച്ചിച്ചീന്തിയ പോളണ്ട് നഗരത്തിലാണ്. അതെ, അക്രമത്തിന്റെ ഭീതി നേളിക്കുന്ന പോളണ്ട്. ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടാണല്ലോ ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അതിന് നായകത്വം വഹിച്ചതോ അതെ, ലോകം മറക്കാത്തൊരു ഏകാധിപതി ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. അയാളുടെ വിരോധികളായിരുന്നു യഹൂദർ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, പ്രൊട്ടസ്റ്റന്റുകൾ. അവരെല്ലാം അയാളുടെ തടവറയിൽ അകപ്പെട്ടു. ഒരു കിരാതയുഗത്തിനാണ് ഹിറ്റ്ലർ പ്രാരംഭം കുറിച്ചത്. അത്തരം ദുരന്തപ്പേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് പോളണ്ട്. അവിടെ വാഴ്സ എന്ന നഗരത്തിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്നവളാണ് സുന്ദരിയായ അരീന. വിടർന്ന പനി നീർദളങ്ങൾ കവിളിൽ വിലോലമാം നുണക്കുഴികൾ, നീണ്ടിടം പെട്ട ആ നീലമിഴികളിൽ നീലാകാശവും താരകളും. ഒരു ഡോക്ടറാണ് അവരുടെ പിതാവ്. അരീന ഒരു നഴ്സും. ഡോക്ടർക്ക് ഒരു ചിന്തയുള്ളൂ, മുങ്ങിച്ചാവാൻ പോകുന്നവനെ നീന്തൽ അറിയില്ലെങ്കിലും രക്ഷിക്കാൻ നോക്കണം. ഇത് മകൾക്ക് നൽകിയ ഉപദേശം കൂടിയായിരുന്നു. അദ്ദേഹം അവരെ എല്ലാം ചികിത്സിച്ചു. അരീന അച്ഛനെ സഹായിച്ചു. ഒരു ദിവസം അച്ഛനും മകളും ഒരു കാഴ്ച കണ്ടു. പോളണ്ടിലെ ഓഷ്വിറ്റ്സ് ഗ്യാസ് ചേമ്പറിനകത്തിട്ട് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദരെ കൊലപ്പെടുത്തുന്നു. ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ. മരവിച്ച മനസ്സിന്റെ ഉടമകൾ തീർക്കുന്ന മുരടിച്ച സംസ്കാര ലോകം, മരവിച്ച മനസ്സിന്റെ ഉടമകൾ തീർക്കുന്ന മുരടിച്ച സംസ്കാര ലോകം. വംശവിദ്വേഷം അലയടിച്ചെത്തുന്നു, സത്യധർമ്മങ്ങൾ മരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെയാണ് മോള് പെർഫോം ചെയ്തത്. പക്ഷേ ആ മുഖത്ത് മൊത്തം ഉണ്ടല്ലേ, എന്താണ് പറയാ, അതിന്റെ ഗൗരവം ആ മുഖത്ത് മൊത്തം ഉണ്ടല്ലേ, ആ കണ്ണുകളിലുണ്ടല്ലേ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഇനിയും പങ്കെടുക്കാനാവട്ടെ. ടീമിനും അതുപോലെ, ടീമിന് ഒന്നിച്ച് അഭിനന്ദനങ്ങൾ. അതെ, ഒന്നിച്ച് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്.